പണ്ട് ഒരുപാട് വീട്ടമ്മമാരുടെ കണ്ണ് നനയിച്ച സീരിയൽ. ഇപ്പോൾ അത് കാണുമ്പോൾ ചിരിച്ച് ചിരിച്ച് കണ്ണ് നനയിക്കുന്ന സീരിയൽ. യെസ്, ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ വൺ ആൻഡ് ഓൺലി ചന്ദിക്കുമോയ. സോറി, ഐ മീൻ ചന്ദനമഴ. ടൈറ്റിൽ കാർഡ് കേട്ടോ, ടൈറ്റിൽ കാർഡ് കേട്ടോ, ടൈറ്റിൽ കാർഡറോ, ടൈറ്റിൽ കാർഡറോ. അങ്ങ് ദൂരെ ഒരു വലിയ വീട്. ആ വീട്ടിലാണ് ദേശായി ഫാമിലി താമസിക്കുന്നത്. ആ നാട്ടിലെ അല്ല, ആ രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരാണ് ദേശായി ഫാമിലി. ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നത് ആരായിരിക്കും? ഊർമിളാദേവി. ആ ഊർമിളാദേവിക്ക് ഒരു മകനുണ്ട്, അർജുൻ ദേശായി. ആളൊരു പാൽക്കുപ്പിയാണ്, എന്നാലും കിടക്കട്ടെ. ഈ കഥയിൽ ഒരാളെ കൂടെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. ഊർമിളാദേവിയുടെ മരുമകൾ, അർജുൻ ദേശായിയുടെ ഭാര്യ, ഈ കഥയിലെ പ്രധാന കഥാപാത്രം അമൃത. അമൃതനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. സന്തോഷം വന്നാൽ കരയും, സങ്കടം വന്നാൽ കരയും, ചിരി വന്നാൽ കരയും, കരച്ചിൽ വന്നാൽ കരയും, വെറുതെ നിൽക്കുമ്പോൾ പോലും കരയും. അങ്ങനെ ഒരു പ്രത്യേക തരം ക്യാരക്ടറാണ് അമൃത. അരമണിക്കൂറുള്ള സീരിയലിൽ 20 മിനിറ്റും അമൃതയുടെ കരച്ചിലായിരിക്കും. അത് തന്നെ ഡിഫറെന്റ് ആംഗിളിൽ വെച്ച് സംവിധായകൻ നമുക്ക് കാണിച്ചു തരും. ഇതൊക്കെയാണ് അമൃതയെ കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അക്കൗണ്ട് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പൊ തന്നെ ഞാൻ പോയി മൂത്ര വെച്ച് കിടന്നുറങ്ങി. ആ അക്കൗണ്ടിന്റെ പേരാണ് അമൃത അർജുൻ ദേശായി. ഈ അക്കൗണ്ടിൽ പ്രധാനമായിട്ടുള്ള എന്താന്ന് വെച്ചാൽ ആ സീരിയലിലെ ഓരോ ഭാഗം കട്ട് ചെയ്ത് റീൽസ് ആക്കി അപ്ലോഡ് ചെയ്തതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ റീൽസ് ഒക്കെ റിയാക്ട് ചെയ്യാം. ഒരുപാടൊന്നുമില്ല, കുറച്ച്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെച്ചേക്ക്. ഇന്ന് ആഹാരത്തിന് എന്തോ നാടേ ഇത്, ജ്വല്ലറിന്റെ പരസ്യോ? എടാ, വീട്ടിലാരെങ്കിലും ഇത്രയൊക്കെ സ്വർണ്ണം ഇട്ട് നിൽക്കുവോ? ചിലപ്പോൾ ദേശായി ഫാമിലിയിൽ അങ്ങനെയായിരിക്കും, നമുക്ക് പറയാൻ പറ്റൂലല്ലോ. എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്? ചപ്പാത്തി, പൂരിയോ? അതെന്നാത്ത സാധനം? ഇനി പുതിയ എന്തെങ്കിലും ഭക്ഷണ സാധനമാണോ? മെയ്ഡ് ബൈ അമൃത. പിന്നെ 8 തരം കറികളും. ഓ, നേരെ വെളുക്കുമല്ലോ. 2 മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കണം. അയ്യോ, 2 മണിക്കൂറിൽ ചപ്പാത്തിയും പൂരിയും 8 തരം കറികളും. സോ സാഡ്. എനിക്ക് ഇനി മാറിയിടും. 2 മണിക്കൂറോ? സഹായിക്കണം എനിക്കുണ്ടായിരുന്നു, അതിനാ ഞാൻ വന്നത്. പക്ഷെ ഊർമിളാദേവി പറഞ്ഞിരിക്കുന്നത് ആരും സഹായിക്കാൻ പാടില്ലെന്നാ. എനിക്കാണെങ്കിൽ ഇത് സഹിക്കുന്നുമില്ല, സങ്കടം വരിക. എന്നാ കുതിരി കരയും. ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ഇതൊക്കെ ചെയ്തോളാം. പിന്നെ നീ വീട്ടിൽ വെച്ചുണ്ടാക്കി തരുന്ന ഏത്തക്കാൻ പറ്റിയില്ലേ? എന്തൊരു ടേസ്റ്റാ. ഇവിടെ അതൊന്നും കിട്ടുന്നില്ലല്ലോ. അതെ, ബജി കഴിക്കാൻ കൊതിയാവുക. എനിക്ക് ഉണ്ടാക്കി തരൂ. ബജ്ജിയല്ലേ ചോദിച്ചു, അതിനെന്തിനാ ഇങ്ങനെയൊക്കെ നോക്കുന്നേ? വർഷ ചെയ്ത തീരെ ശരിയായില്ല. 8 കൂട്ടം കറികളും പൂരി ഉണ്ടാക്കേണ്ട ഒരു പെൺകുട്ടിയോടാണ് ബജ്ജി ഉണ്ടാക്കി തരാൻ പറഞ്ഞത്. അപ്പൊ അവൻ അത് എങ്ങനെ ഉണ്ടാക്കും? ഹൗ? എനിക്ക് ഉണ്ടാക്കി തരൂ. ഇതാണ് പാൽക്കുപ്പി അർജുൻ. ഇനി അമ്മയെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കണ്ട. സംസാരിച്ച നീ തല്ലുവോ? എന്നെ തല്ലടാ. നോ, അർജുൻ തല്ലണമെങ്കിൽ ഊർമിളാദേവി അനുവാദം കൊടുക്കേണ്ടതുണ്ട്. അർജുൻ, നീ ഇതിൽ ഇടപെടണ്ട. ഓ മോയെ 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 പാവാർജുൻ. മധുമതിക്ക് പറയാനുള്ളത് പറയട്ടെ. അമ്മേ വേണ്ടെന്ന് പറഞ്ഞ വേണ്ട. വീണ്ടും മോയെ 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 മോയെ. മാസാവനി തള്ള സമയമില്ലല്ലോ. പക്ഷെ ഇപ്പൊ നന്നായി എനിക്ക് ഉറപ്പുണ്ട്. ഊർമിളയ്ക്ക് ഇന്നും പാശാലിറ്റിയാ. അമൃതയെ ഊർമിളയ്ക്ക് വലുത്. ആ പറഞ്ഞതിന് എന്തിനാ ഇമ്മാതി എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നേ? അതൊക്കെ അമൃതയായിരിക്കണം. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട ഇതുമാതിരി എക്സ്പ്രഷൻ ഇട്ട് ചാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കരച്ചിൽ കൊണ്ടങ്ങ് ഒതുക്കും. ഈ അക്കൗണ്ടിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സീന് പോലും ഇല്ല. ഓരോ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തിട്ട കുറച്ച് സീൻ മാത്രം. എന്താ സർ, എന്താ കാര്യം? ഞങ്ങൾ ഊർമിളാദേവി അറസ്റ്റ് ചെയ്യാൻ. ഓ മൈ ഗോഡ്, ഇത്രയും വലിയ കോടീശ്വരിയായ ഊർമിളാദേവിയെ അറസ്റ്റ് ചെയ്യാനോ? ഇതാ അമൃത എങ്ങനെ സഹിക്കും? ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. കരഞ്ഞു മെഴുകുക അവള്. എന്റെ മോനെ, ഇമ്മാതിരി ഞെട്ടല്. എന്റെ ഗുരുവായൂരപ്പ, ഞാൻ എന്തായി കേൾക്കുന്നത്? ഈ വീട്ടിൽ വർഷ എന്ന് പറയുന്ന ഒരാളുണ്ടോ? എന്റെ ഭാര്യയാണ് സർ. വർഷ പ്രഗ്നന്റാണോ? അതെ. എന്നാ കേട്ടോ, വർഷയുടെ കുഞ്ഞിന്റെ ലിംഗനിർണ്ണയം നടത്തണമെന്ന് പറഞ്ഞ് ഊർമിളാദേവി ഡോക്ടർ രാജലക്ഷ്മിക്ക് ഒരു കത്ത് കൊടുത്തു. വീണ്ടും ഞെട്ടി. എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അബദ്ധം പറ്റിയതായിരിക്കും. അബദ്ധം പറ്റിയത് എനിക്കാണോ നിങ്ങൾക്കാണോ എന്ന് നിങ്ങൾ കോടതിയിൽ തെളിയിച്ചാൽ മതി. പിടിച്ചു കേട്ടുവേ. സർ പ്ലീസ്, സർ പ്ലീസ്.
അമ്മേ, അമൃത 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 കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ അറസ്റ്റ് അനാവശ്യമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കാരണം ഇതെന്റെ ഡ്യൂട്ടിയാണ്. സർ പ്ലീസ് ഇവിടുത്തെ കാർ ഇളയമേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാം. ഞാൻ അകത്ത് വെച്ച് പറഞ്ഞില്ലേ, പ്രതികളെ കൊണ്ടുപോകാനാണ് സർക്കാർ കാശ് മുടക്കി ഈ വാഹനം മേടിച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് നിങ്ങളാണല്ലോ അതിൽ ഏറ്റവും കൂടുതൽ പോവാറ്. കയറ്റ. ദേശായി കുടുംബത്തിന് ഇതൊരു വലിയ നഷ്ടമാണ്. ആക്ച്വലി ഈ സീരിയൽ മൊത്തം ഇതുപോലെ ട്വിസ്റ്റ് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ കാണാം.